ഹൗ ക്യാൻ എ പേഴ്സൺ കൺട്രോൾ ഹിസ് ഇമോഷൻസ് എന്നുള്ളതാണ്. ഇതിലെന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വലി കൺട്രോളിങ് സംതിങ് വിച്ച് ഈസ് ഓൾറെഡി ദെയർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ അല്ലേ. അതിനെ എടുത്ത് കളയുക എന്നുള്ളതാണ്. അതിനെ ഒരു പൊഴിയുന്ന ഇല പോലെ അത് പൊഴിയണം. എല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സ്ലൈറ്റ്ലി വിത്ത് ദ കൺസെൻറ്റ് യു ഹാവ് ടു റിമൂവ് ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ. അതിന് നമ്മൾ ബോഡീനെ വേറെ എവിടെയും ബുദ്ധിമുട്ടില്ലാതെ ആ സാധനത്തിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം. നൗ അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദർ ഈസ് എ ബ്യൂട്ടിഫുൾ പ്രോസസ് എ പേഴ്സൺ ക്യാൻ അണ്ടർഗോ ടു ഗോ ഫോർ എ ചേഞ്ച്. ഇത് നമ്മളായിട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിനുള്ള യുക്തിയുണ്ട്. പക്ഷേ ആ യുക്തിന് വേണ്ട ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ എ പേഴ്സൺ ഹൗ വിൽ ഐ ഡു ദാറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് തുടങ്ങുകയാണ്. ദ ഫസ്റ്റ് തിങ് ഈസ് ആസ് വി സേ സെൽഫ് അവെയർനെസ്. ഒരുത്തൻ്റെ വാല്യൂ, എൻ്റെ ചിന്തകൾ എവിടെയാണ് പോകുന്നത്. ഒരു മൊമെൻറ്റ് നമ്മൾ ഓവർ തിങ്കിങ് ആണ്, എല്ലാവരും ഓവർ തിങ്കിങ്ങിലേക്ക് പോയ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നിനക്ക് ഇരിക്കാൻ പറ്റുമോ? നിനക്കൊരു കസേരയിൽ ഒരു കോഫി എടുത്ത് ടെൽ സംബഡി ദാറ്റ് ഡോണ്ട് ഡിസ്റ്റർബ് മീ ഫോർ 5 minutes to 10 minutes, ലെറ്റ് മീ സിറ്റ്. അവിടെ ഇരുന്നിട്ട് നിനക്ക് ഉണ്ടാവുന്ന ചിന്തകൾ ലെറ്റ് ഇറ്റ് കം, എല്ലാം കയറി വരട്ടെ. ഈ സാധനം നീ ഒരു ബുക്കിലേക്ക് എഴുത്. ഈ സാധനം എഴുതി കഴിയുമ്പോൾ നിനക്ക് മുമ്പിൽ വായിക്കാം. അപ്പം തന്നെ നിനക്ക് മനസ്സിലായി എന്ത് സില്ലിയാണ് ഞാൻ തന്നെ എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം എഴുതുകയാണ്. ഇതെല്ലാം എഴുതി. ദാറ്റ് ഈസ് ഹൗ യു ബിക്കം അവെയർ വാട്ട് ആർ യു തിങ്കിങ്.